അപ്പോൾ ഗൈസ് നമ്മളിന്ന് പറയാൻ പോകുന്നത് Realme 8ൻ്റെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്കിറാം എന്ന യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഗൈസ് കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് ചാനലിൻ്റെ ഇൻട്രോയും കൂടെ കണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് മൊബൈലിൽ ശരിക്കും ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആദ്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക, ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വെർഷൻ ആണോ എന്ന്. ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് വരെ A90 അപ്ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ A90 അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്ക് ഡ്രെയിനിങ് ഇഷ്യൂ സോൾവ് ആവുന്നതാണ്. അതുപോലെ തന്നെയാണ് ആപ്പിൻ്റെ അപ്ഡേഷനും. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്സിൻ്റെ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, എന്നിട്ട് ഫോണിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പോകുന്നതാണ്. ഇനി ഞാൻ ഇത് രണ്ടും ചെയ്തിട്ട് നിങ്ങളുടെ ബാറ്ററി ഡ്രെയിനിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ പറയുന്ന പോലെ ജസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ വയർലെസ് സെറ്റിങ്സ്, ബ്ലൂടൂത്ത്, വൈഫൈ, ഹോട്ട്സ്പോട്ട്, GPS ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഓൺ ആക്കരുത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കുക. മൊബൈൽ ഡേറ്റ അതുപോലെ തന്നെയാണ്, ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് ആവശ്യമുള്ള സമയത്ത് ഓഫ് ആക്കി വെക്കുക. പിന്നെ ഈ ഓട്ടോ ബ്രൈറ്റ്നസ് എല്ലാവരും യൂസ് ചെയ്യുക, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കിട്ടും ബാറ്ററി. പിന്നെയാണ് നിങ്ങൾക്ക് ഈ റേസ് ടു വെയ്ക്ക്, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, പിന്നെ ഈ ഡിസ്പ്ലേയിൽ എപ്പോഴും ഫിംഗർ പ്രിൻറ്റിൻ്റെ ആ ഐക്കൺ വരുന്നത് അതൊക്കെ ഓൺ ചെയ്തുവാണെങ്കിൽ ബാറ്ററി കുറച്ചും കൂടെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സെറ്റിങ്സ് നിങ്ങൾ ദിവസം ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പറയുന്ന സെറ്റിങ്സ് എല്ലാം നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഫോൺ എടുത്തിട്ട് സെറ്റിങ്സ് നിന്ന് എടുക്കുക. സെറ്റിങ്സിനകത്ത് ബാറ്ററി, ഈ ബാറ്ററിക്കകത്ത് നിങ്ങൾ ഏത് ആപ്പാണ് ബാറ്ററി യൂസ് ചെയ്യുന്നത് ആ ആപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആ ആപ്പ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ആപ്പ് ഒന്ന് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അല്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കലാണെങ്കിൽ ആ ആപ്പ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഫോഴ്സ് സ്റ്റോപ്പ്, ക്ലിയർ ക്യാഷ് അതൊക്കെ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആപ്പ് പിന്നെ ബാറ്ററി ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെയാണ് മോർ ബാറ്ററി സെറ്റിങ്സ്. ഈ മോർ ബാറ്ററി സെറ്റിങ്സിനകത്ത് നിങ്ങൾ ആപ്പ് ക്വിക്ക് ഫ്രീസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്സൊക്കെ ഒന്ന് ഫ്രീസ് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്പ് റൺ ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, വാട്സപ്പ് ഞാൻ ഓഫാക്കിയാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ എനിക്ക് വാട്സപ്പ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് മെസ്സേജ് അവർ അയക്കുമ്പോൾ അപ്പം തന്നെ കിട്ടത്തൊന്നുമില്ല. ഇത് ഓഫാക്കിയിടുവാണെങ്കിൽ അപ്പം തന്നെ കിട്ടും. ഇതെനിക്ക് ബാക്കിയുള്ള ആപ്സൊക്കെ ഞാനൊക്കെ ഫ്രീസ് ആക്കിയതാണ് വെച്ചിരിക്കുന്നത്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആപ്സിൽ നിന്നൊന്നും മെസ്സേജസ് വന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര അത്യാവശ്യമൊന്നുമില്ല ബാക്കിയുള്ള ആപ്സിൽ നിന്ന് മെസ്സേജസ് വന്നില്ലെങ്കിൽ. അത് കാരണം അതൊക്കെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ കുറച്ചുകൂടെ ബാറ്ററി നമുക്ക് ഇമ്പ്രൂവ് ആയി കിട്ടും. പിന്നെ ഒപ്റ്റിമൈസ്ഡ് സ്റ്റാൻഡ് ബി ബാലൻസ്ഡ് ഇടാൻ നോക്കുക. പിന്നെ ഈ പെർഫോമൻസ് മോഡ് സ്മാർട്ട് പെർഫോമൻസ് മോഡിലും. പിന്നെ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് ആപ്പ് മാനേജ്മെൻറ്റ് എടുക്കുക. അതിനകത്ത് ഓട്ടോ ലോഞ്ച് ആപ്സ്, ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ നിന്നൊക്കെ മെസ്സേജ് വന്നെങ്കിൽ ഇതൊന്ന് ഓണാക്കി ഇടുക, വേണ്ടെങ്കിൽ ഓഫാക്കി ഇടുക. ഞാനിത് ഓഫാക്കിയാണ് ഇട്ടിരിക്കുന്നത്. എനിക്കത് അത്യാവശ്യമൊന്നും ഇല്ലാത്ത കാരണം അത് ഓഫാക്കി ഇടുക. അതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ബാറ്ററി ഇമ്പ്രൂവ് ആയി കിട്ടും. പിന്നെയാണ് ഗൈസ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് എടുക്കുക. ഇതിനകത്ത് നിങ്ങൾക്ക് മാനേജ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടാത്ത ആപ്സൊക്കെ ഒന്ന് നോട്ടിഫിക്കേഷൻ ആക്സസ് കളയുക. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ബാറ്ററി ഇമ്പ്രൂവ് ആയി കിട്ടും. ഞാനിപ്പോൾ ഇതൊക്കെ ഡിസേബിൾ ചെയ്തിട്ടേക്കുവാണ്. എനിക്ക് അസിസ്റ്റൻ്റ് ഒന്നും വേണ്ടാത്തതുകൊണ്ട് അസിസ്റ്റൻ്റ് ഓഫാണ്. അങ്ങനെ ബ്രൗസർ, കാൽക്കുലേറ്റർ, കലണ്ടർ, ക്യാമറ, ക്ലോക്ക്, ക്ലോൺ ഫോൺ, കോമ്പസ്, ഫേസ്ബുക്ക്, ഫിൻഷ്യൽ പേ, ഗൂഗിൾ പേ, ഇങ്ങനെ കുറേ ആപ്സൊക്കെ എനിക്ക് വേണ്ടാത്തതൊക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ഇമ്പ്രൂവ് ആവുന്നതാണ്. പിന്നെയാണ് ഗൈസ് നിങ്ങളുടെ ഡിവൈസിനകത്തുള്ള വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പവർ വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വൈബ്രേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ സൗണ്ട് ആൻഡ് സെറ്റിങ്സിൽ പോവുക, അല്ല സൗണ്ട് ആൻഡ് വൈബ്രേഷൻ. അതിനകത്ത് നിങ്ങൾ സിസ്റ്റം ഫീഡ്ബാക്ക് ഇതെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ടച്ച് വൈബ്രേഷനൊക്കെ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യുക. നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യണമെങ്കിൽ അത്രയും പവർ വൈബ്രേഷൻ മോട്ടറിന് കൊടുക്കേണ്ടി വരും. അതാകുമ്പോൾ അത്രയും ബാറ്ററി കൺസപ്ഷൻ അവിടെ നടക്കും. വൈബ്രേഷനൊക്കെ ഓഫ് ചെയ്തിടുക. ഞാൻ ആകെ ഇത് മൂന്നാണ് ഓണാക്കിയത്. ഇത് മൂന്നാണ് എനിക്ക് അത്യാവശ്യം ആവശ്യമുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓണാക്കി ഇട്ടോളൂ, കാരണം ബാറ്ററി കുറച്ചും കൂടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തൊരു സെറ്റിങ്സ് ആണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ ആണ് ഒരു മൊബൈലിൻ്റെ ഏറ്റവും കൂടുതലും ബാറ്ററി കൺസപ്ഷൻ നടക്കുന്നത്. കാരണം നിങ്ങൾ മൊബൈലിൽ ഡാർക്ക് മോഡ് എന്ന ഫീച്ചർ Realme 8 കാരണം അത് AMOLED ഡിസ്പ്ലേ കൂടെ കാരണം കുറച്ചും കൂടെ ബാറ്ററി സേവ് ചെയ്യും. നിങ്ങൾ ഡാർക്ക് മോഡ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുക. ഡാർക്ക് മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ഇമ്പ്രൂവ് ആവുന്നതാണ്. ഡാർക്ക് മോഡ് ഇട്ട് കഴിഞ്ഞിട്ട് എൻഹാൻസ്ഡ് ഇത് 3 ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബാറ്ററി ഇമ്പ്രൂവ് ആവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ഓൺ ടൈം, കാരണം ഓട്ടോ സ്ക്രീൻ ഓഫ് ആവുന്നത് 15 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡൊക്കെ ഇടാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാറ്ററി ഇമ്പ്രൂവ് ആവുന്നതാണ്. പിന്നെ ഗൈസ് അടുത്തൊരു സെറ്റിങ്സ് ആണ് കൺവീനിയൻസ് ടൂൾ.
നിങ്ങൾ ഡിവൈസിൻ്റെ കൺവീനിയൻസ് ടൂൾ എടുക്കുക. അതിനകത്ത് ഗസ്റ്റർ ആൻഡ് മോഷൻസ്, അതിനകത്ത് ഈ സ്ക്രീൻ ഓഫ് ഗസ്റ്റേഴ്സ് ഓൺ ആണെങ്കിൽ നിങ്ങളുടെ ബാറ്ററി കൺസപ്ഷൻ ശരിക്കും എടുക്കും. കാരണം അത് നമ്മൾ ഡിസ്പ്ലേ എപ്പോഴും ഓൺ ആയിരിക്കും. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡിസ്പ്ലേ ഓൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാറ്ററി ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് വീഡിയോ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും മറ്റും ഉപകാരപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.